അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിറകുകെട്ടിനുള്ളിലെ കാമുകൻ. മുഹമ്മദ് ബിൻ അബീ ബക്കർ അൽ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാനാണ്. പ്രഗത്ഭ പണ്ഡിതനും സൂഫി വര്യനും ഉജ്ജ്വല വാഗ്മിയും തികഞ്ഞ ഒരു പ്രവാചക പ്രേമിയുമായിരുന്നു അദ്ദേഹം. തൻ്റെ ജീവിതം മുഴുവൻ പ്രവാചക പ്രേമത്തിലും സ്വലാത്തിലും പ്രകീർത്തന കവിതകളിലുമായി മുന്നോട്ട് നീക്കാൻ തീരുമാനിച്ചവരായിരുന്നു അദ്ദേഹം. എപ്പോഴും പ്രവാചകരെക്കുറിച്ച് പറയുകയും പാടുകയും കരയുകയും വളരെയധികം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവാണ്. പ്രവാചക സ്നേഹത്താൽ അദ്ദേഹം ഊണും ഉറക്കവും ഉപേക്ഷിക്കാൻ തുടങ്ങി. പ്രവാചകരുടെ സന്നിധിയിലെത്താൻ അതിയായി ആഗ്രഹിച്ചു. അതിനുവേണ്ട മാർഗങ്ങൾ ചിന്തിച്ചു. അവിടെ എത്തിയ ശേഷമേ തനിക്ക് വിശ്രമമുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം മദീനയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തി. യാത്രക്ക് വേണ്ട പണവും അതുപോലെ തന്നെ യാത്രക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം അദ്ദേഹം ഒരുക്കി. തീയതിയും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ബഗ്ദാദിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി മദീനയിലെ ഭരണാധികാരി ഒരു സ്വപ്നം കാണുകയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഇന്ന് ബഗ്ദാദിൽ നിന്ന് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് എന്ന പേരുള്ള ഒരാൾ എന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അരികിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ റൗളയിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് സ്വീകരിക്കും. ഞാനിപ്പോൾ റൗളയിൽ നിന്ന് എഴുന്നേറ്റാൽ അത് ബുദ്ധിമുട്ടാണ്. രാജാവ് ചോദിച്ചു, അയാളെ എങ്ങനെയാണ് തിരിച്ചറിയുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പേര് കേട്ടാൽ അദ്ദേഹം ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലും. എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. സ്വപ്നം കണ്ട് ഭരണാധികാരി ഞെട്ടി ഉണർന്നു. തൻ്റെ മുഴുവൻ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ച് വിഷയം ചർച്ച ചെയ്ത് ശേഷം മദീനയുടെ അതിരുകളിൽ മുഴുവൻ കാവൽക്കാരെ നിയോഗിച്ച് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കാവൽക്കാരെ അറിയിച്ച് മുഹമ്മദ് ബിൻ അബൂബക്കർ ബഗ്ദാദി എന്നവരെ മദീനയിൽ കയറാൻ സമ്മതിക്കരുത് എന്നായിരുന്നു. ആ കാവൽക്കാരെയെല്ലാം അറിയിച്ച് പറഞ്ഞു കൊടുത്തു രാജാവ്. അങ്ങനെ കാവൽക്കാരും മദീനയിലേക്കുള്ള ഓരോ വഴിയോരങ്ങളും വഴികളുടെയും വരുന്ന ആളുകളെ പരിശോധിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ചുക്കിച്ചൊടിഞ്ഞ ശരീരവുമായി ഒരാൾ വരുന്നു. അയാളുടെ അധരങ്ങൾ എന്തോ മന്ത്രിക്കുന്നുണ്ട്. പാറാവുകാർ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് അബൂബക്കറാണ്. നിങ്ങളുടെ നാട്? എൻ്റെ നാട് ബഗ്ദാദാണ്. നിങ്ങളുടെ ജോലി എന്താണ്? പ്രവാചക പ്രേമമാണ്. പ്രവാചകനോടുള്ള പ്രേമമാണ്, അതാണ് എൻ്റെ ജോലി. അപ്പോൾ അവരിലൊരാൾ പ്രവാചകരുടെ പേര് ഉച്ചരിക്കേണ്ട താമസം അദ്ദേഹം വളരെ ഉച്ചത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി. ഉടനെ അവർ പറഞ്ഞു, താങ്കൾക്ക് മദീനയിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. ഉടൻ ബഗ്ദാദിലേക്ക് മടങ്ങിപ്പോവുക. വളരെ വിഷമത്തോടെ അദ്ദേഹം നാട്ടിലേക്ക് തന്നെ മടങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മദീനയിലോട്ട് തന്നെ അദ്ദേഹം പുറപ്പെട്ടു. അപ്പോഴും പഴയ സ്വപ്നവും പിടികൂടലും തിരിച്ചയക്കലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു.
ഒന്നുകൂടെ പരിശ്രമിച്ചു കളയാമെന്ന തീരുമാനത്തിൽ അദ്ദേഹം മൂന്നാമതായും മദീനയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോഴും പഴയ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. വീട്ടിലേക്ക് മടങ്ങിപ്പോരേണ്ടി വന്നു. സഹിക്കാനായില്ല അദ്ദേഹത്തിന്. പടച്ചോനെ, ഞാൻ എന്തൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ കാരണമാണോ എനിക്ക് മദീനയിലേക്ക് അടുക്കാൻ സാധിക്കാത്തത്? എനിക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കുകയില്ലേ? കരഞ്ഞുകൊണ്ട് വീണ്ടും ദിവസങ്ങൾ തള്ളി നീക്കി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ എത്താനുള്ള മാർഗങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു. പാറാവുകാരുടെ കണ്ണിൽപ്പെടാതെ മദീനയിൽ പ്രവേശിക്കുക മാത്രമേ ഇനി പോം വഴിയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. തൻ്റെ നാട്ടിലെ ഏറ്റവും നല്ല ഒരു വിറക് വെട്ടുകാരനെ വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ ഈ തോട്ടത്തിലെ വിറകുകൾ വെട്ടി എന്നെ അതിൻ്റെ ഉള്ളിൽ കിടത്തി മദീനയിൽ എത്തിച്ചു തന്നാൽ എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, എൻ്റെ മുതൽ മുഴുവൻ ഞാൻ നിനക്ക് തരാം. ആ വിറക് കെട്ടിനുള്ളിൽ എന്നെ നീ കെട്ടിപ്പൊതിഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുപോകണം, അതാണ് നിൻ്റെ ജോലി. അതിന് പകരമായി പ്രത്യുപകാരമായി എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. അങ്ങനെ വിറക് വെട്ടുകാരൻ മരങ്ങളെല്ലാം മുറിച്ച് അതിനുള്ളിൽ മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തി ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ മദീനയെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇത്തവണ തൻ്റെ ഹബീബിൻ്റെ അരികിലെത്താമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹം വിറക് കെട്ടിനകത്ത് നിന്നും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ വിറക് കെട്ടിൻ്റെ ഉള്ളിൽ വേദനയോടെ പുണ്യനബിയെ കാണണമെന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഒന്നാലോചിച്ചു നോക്കൂ സഹോദരന്മാർ. പുണ്യനബിയോടുള്ള അടങ്ങാത്ത പ്രേമം ആ മദീനയിലൊന്ന് എത്തിപ്പെടണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് തൻ്റെ സമ്പത്തും മുതലുമെല്ലാം വിറ്റുപുറുക്കി ഒരു വിറക് കെട്ടിൻ്റെ ഉള്ളിൽ വരിഞ്ഞു കെട്ടപ്പെട്ട രീതിയിൽ ശരീരമാകെ വേദനയോടുകൂടെ ആ വിറക് കെട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു മദീനയെ പ്രേമിക്കുന്ന ഒരു അനുരാഗി പുണ്യനബിയെ റൗളയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ആ വിറക് കെട്ടിൻ്റെ ഉള്ളിലുള്ള കാമുകൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിൽ അടുക്കുന്തോറും സ്വലാത്തിൻ്റെ ശബ്ദം കൂടാൻ തുടങ്ങി. മദീനയുടെ അതിർത്തികളിൽ സെക്യൂരിറ്റി വളരെ സജീവമായി രംഗത്തുണ്ട്. കാരണം എന്ത് ത്യാഗങ്ങളും സഹിച്ച് മദീനയിൽ പ്രവേശിക്കാൻ മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ട വിവരം ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഭരണാധികാരികൾക്ക് സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും പാറാവുകാർക്ക് പിടികൊടുക്കാതെ വിറക് കെട്ടുമായി മദീനയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും അവർണ്ണനീയമാണ്. താൻ രക്ഷപ്പെട്ടുവെന്ന ചിന്തയും പ്രവാചക സ്നേഹത്തിലും നിയന്ത്രണം വിട്ട അദ്ദേഹം വിറക് കെട്ടിലിരുന്നു കൊണ്ട് വളരെ ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. വിറക് കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും ശബ്ദം കേട്ട പാറാവുകാരൻ വിറക് കെട്ടുകാരനെ വിളിച്ചുകൊണ്ട് വിറക് വെട്ടുകാരനെ തിരിച്ചു വിളിക്കുകയും വിറക് കെട്ട് നിലത്ത് വെക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. പരിശോധനയിൽ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുകളെ അവർ പിടികൂടുകയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. വിതുമ്പുന്ന മനസ്സോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മഹാനവറുകൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു. പുണ്യനബിയെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ വിഷമം എത്രത്തോളമായിരിക്കും. വിതുമ്പുന്ന മനസ്സോടെ തേങ്ങി പൊട്ടിക്കൊണ്ടാണ് മഹാനവറുകൾ ആ മദീന മണ്ണിൽ നിന്ന് തിരിച്ചു പോകുന്നത്. വീണ്ടും എന്നെ നബിയെ അങ്ങിലേക്ക് അങ്ങ് അടുപ്പിച്ചില്ലല്ലോ.
വഴിയിൽ മദീനയുടെ ഭാഗത്തു നിന്നും വരുന്ന കാറ്റിനെ പിടിച്ച് ചുംബിച്ചു പ്രവാചക പ്രേമഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം രചിച്ച പ്രവാചക പ്രേമഗാനങ്ങളിൽ പ്രധാനമാണ് ഖസീദത്തുൽ വിത്രിയ. സജ്ജനങ്ങൾ അവരുടെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് മദീനയിൽ താമസിക്കുന്നു. ആ പരിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും നിമിത്തമാണ് ആ പരിശുദ്ധ സ്ഥലം എനിക്ക് തടയപ്പെട്ടിരിക്കുന്നത്. ഈ തടവുകാരനെ മോചിപ്പിക്കുന്നതും മദീനയിൽ എത്തിച്ചേരുന്നതും എപ്പോഴായിരിക്കും? ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. മദീനയിൽ നിന്ന് പ്രഭാത മാരുതൻ, അവിടുത്തെ മന്ദമാരുതൻ വീശുമ്പോൾ അതിൻ്റെ സുഗന്ധത്തിൽ എനിക്ക് അതിയായ ആഗ്രഹം ജനിക്കുന്നു. പുണ്യനബിയേ യാ റസൂലല്ലാഹ്, പുണ്യനബിയേ, എൻ്റെ അഭിവാദ്യങ്ങൾ, എൻ്റെ സലാം ആ കാറ്റിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. മദീനയുടെ ആ കാറ്റിനെ, ആ റീഹിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ അഭിവാദ്യങ്ങൾ. മദീനയുടെ മന്ദമാരുതന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യനബിയുടെ പരിമളത്താൽ സുഗന്ധമുള്ളതായി തീർന്നിരിക്കുന്നു. ആ സുഗന്ധം ശ്വസിക്കുന്നവരാകാൻ ആരാണോ അത് ശ്വസിക്കുന്നവരെങ്കിൽ അവരാണ് അത് ശ്വസിക്കുന്നവർ, അത് മണക്കുന്നവർ വരെ ഭാഗ്യവാന്മാരാണ്, അവർ സർവ്വ വിജയം ലഭിച്ചവരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വലിയ പ്രേമഗാനമാണ് ഖസീദത്തുൽ വിത്രി. അതിങ്ങനെ ചൊല്ലി മദീനയിലേക്കുള്ള തൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷം അദ്ദേഹത്തിന് ഊണുമില്ല, ഉറക്കവുമില്ലാതെയായി. എപ്പോഴും മനസ്സിൽ മദീന തന്നെ. മദീനയിലേക്ക് സ്വലാത്തിൻ്റെ നിലക്കാത്ത പ്രവാഹം അദ്ദേഹം തൊടുത്തു വിട്ടുകൊണ്ടേയിരുന്നു. അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ കഴിയാത്തതിൽ എപ്പോഴും കരഞ്ഞു. സദാസമയവും പ്രവാചക പ്രകീർത്തനങ്ങൾ. എന്നിട്ടും പ്രവാചകരെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. അവസാനം ആ പ്രേമസാഗരത്തിൽ മുങ്ങി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അതാണ് വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രമാണത്. വിറക് കെട്ടിനുള്ളിലെ കാമുകൻ മുഹമ്മദ് ബിൻ അബൂബക്കർ അൽ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാൻ. അല്ലാഹു അവരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട്, അവരെ ബറക്കത്തുകൊണ്ട് അത്തരം ആശിഖീങ്ങൾ, അവരെ ഇഷ്ക് നമുക്കില്ലെങ്കിലും ഇഷ്ക് എന്താണെന്നറിയാത്ത സാധുക്കളായത് പറയാൻ പോലും യോഗ്യതയില്ലാത്തത്, ആ വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്തത്, അതിലൂടെ ജീവിച്ചു മരിച്ചുപോയ വഫാത്തായിപ്പോയ മഹാന്മാരെ ഹക്ക് ഫദ്ൽ കൊണ്ട് അല്ലാഹു നമ്മെയും ആശിഖീങ്ങളെ പിന്നിൽ നിർത്തട്ടെ. അവരെ കൂടെ പുണ്യനബിയിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പുണ്യനബിയെ കാണാൻ, കൺകുളിർക്ക കാണാൻ, മനാവിലും അല്ലാതെയും നേരിട്ടും വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.